ഹായ് ഞാൻ ഷിഫ മറിയം ഡിയർ ഫ്ലവേഴ്സ്. സാധാരണ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് എല്ലാ ഞായറാഴ്ചയാണ്. അടുത്ത ഞായറാഴ്ച എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മൊമെൻറ്റം പോയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. എൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ലോഗൗട്ട് ചെയ്തു. 5 മണി കഴിഞ്ഞു. സോ അപ്പോൾ കുറച്ച് സമയമുണ്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ കുറേ സമയം വെളിച്ചുണ്ടാവും. 5 മണി രാത്രി 9:30 വരെ ഇവിടെ വെയിലുണ്ടായിരിക്കും. അപ്പോൾ ആൻഡ് ഐ ഫീൽ എനർജറ്റിക്. എന്തുകൊണ്ട് സാധാരണ ഈ ഒരു നേരക്കായ എനിക്ക് ഉറങ്ങാനാണ് തോന്നുക. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഒരു വീഡിയോ എടുക്കാം. ഇതിനൊന്നുള്ള എനർജി എനിക്ക് ഉണ്ടാവാറില്ല. പക്ഷേ ഇന്നെന്തോ അങ്ങനെ എനർജറ്റിക് ആയിട്ട് തോന്നുന്നു. അപ്പോഴാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്, വീഡിയോ ഫിലിം ചെയ്യാം, എഡിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. ഇപ്പം എനിക്കുള്ളത് 50% ന്യൂ വ്യൂവേഴ്സാണ്. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ. പഴയ ഫ്ലവേഴ്സും പുതിയ ഫ്ലവേഴ്സും ആണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ പുതിയ ആളുകൾ എപ്പോഴും ചോദിക്കുക, നിങ്ങൾ ആരാണ്, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി, എന്താണ് ചെയ്യുന്നത്, എന്താണ് പഠിച്ചത്, അങ്ങനെയൊക്കെ ചോദിക്കും. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ, ഭർത്താവ് എവിടെയാണ്, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ കുറേ കൂടി പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാറുണ്ട്. യൂട്യൂബിൽ എനിക്കറിയില്ല, യൂട്യൂബ് ഷിഫയും ഇൻസ്റ്റാഗ്രാം ഷിഫയും വേറെയാണെന്ന് എനിക്ക് ഇടയ്ക്ക് അങ്ങനെ തോന്നാറുണ്ട്. സോ ഐ ഇൻവൈറ്റ് യു ടു ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാം. സോ ഇപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങണമെന്ന് വിചാരിക്കുന്നു. പുറത്തിറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. ഒരു ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യണം. എനിക്ക് പിസ്സ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതുണ്ടാക്കുന്നതിൻ്റെ ഇടയിലൂടെ ഞാൻ കഥകളൊക്കെ പറയാം. ഞാൻ പിസ്സ അതോ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അത് കുറച്ച് നേരം ഇരിക്കണമല്ലോ. അപ്പോൾ നമ്മൾക്ക് പോയി സാധനം വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ കഥ തുടരാം. ഞാൻ മഹാരാജാസ് കോളേജിലാണ് ഡിഗ്രി പഠിക്കുന്നത്. PG അവിടെ തന്നെ പഠിച്ചത്. ആ സമയത്താണ് കോളേജിൽ പുതിയതായിട്ട് 2 ടീച്ചേഴ്സ് വരുന്നത്. ഇവർ രണ്ടുപേരും പുറത്തു പോയി പഠിച്ച് സ്കോളർഷിപ്പൊക്കെ കിട്ടി. അവരുടെ ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ എല്ലാം എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എനിക്ക് ഇവരെ പോലെ പോയി പഠിക്കണം. എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് തന്നെ പോയി ചോദിച്ചു, ഓക്കെ, എനിക്ക് ഇങ്ങനെ പുറത്തു പോയി പഠിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്കിതിനെക്കുറിച്ച് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മളിങ്ങനെ പുറത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. പിന്നെ ഒരുപാട് പേപ്പേഴ്സും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം. നമ്മൾ നാട്ടിലൊരു യൂണിവേഴ്സിറ്റിയിലേക്കോ കോളേജിലേക്കോ അപ്ലൈ ചെയ്യുന്നത് പോലെ അല്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ അത്ര അറിയുന്നതൊന്നും ഉണ്ടായിട്ടും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പഠിച്ചത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോൾ വേറെ ഈ മെഡിസിന് വേണ്ടിയിട്ട് പുറത്ത് പോയി പഠിച്ചവരൊക്കെ എൻ്റെ ഫാമിലിയിലുണ്ട്. അപ്പോൾ ആരെടുത്ത് ചോദിക്കണമെന്നൊന്നും എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. അപ്പോൾ ഇവരോട് തന്നെ ഞാൻ ചോദിച്ചു മുഴുവൻ. കുറേ യൂണിവേഴ്സിറ്റികൾക്ക് അപ്ലൈ ചെയ്തിരുന്നു, കുറേ എണ്ണത്തിനൊന്നും എനിക്ക് വന്നില്ല. പിന്നെ എൻ്റെ സാറ് ഡോസൻ സാർ മഹാരാജാസ് കോളേജിലുള്ളതാണ്. സാറ് അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അപ്ലൈ ചെയ്യാനൊന്നും സമ്മതിക്കില്ല. നല്ല റാങ്കിങ് ഉള്ള, നല്ല ടീച്ചേഴ്സൊക്കെ ഉള്ള, നല്ല ഫാക്കൽറ്റി ഉള്ള യൂണിവേഴ്സിറ്റികൾക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി. എങ്ങനെയെങ്കിലും പുറത്തു പോകുന്നതിലല്ല, അത് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ പോകണമെന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അവരാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതാനും അപ്ലിക്കേഷൻ അയക്കാനും ഒക്കെ ഇവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പ്രാഗിലുള്ള ചാൾസ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ആ സമയത്താണെങ്കിൽ എൻ്റെ 2 ഫ്രണ്ട്സ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ 2 ഫ്രണ്ട്സ് ഇവിടെ PhD ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഒരു തീരുമാനമാണ്. അറിയുന്നവരുണ്ടല്ലോ, അതിൻ്റെ മുന്നേ വേറെ എവിടെയും ഇങ്ങനെ ഒറ്റക്കൊന്നും ഞാൻ എവിടെയും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ അറിയുന്നവരുണ്ടാകുമ്പോൾ കുറച്ചൊരു സമാധാനമല്ലേ വീട്ടിലുള്ളവർക്കും ഒക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്, പ്രാഗിലെത്തുന്നത് അങ്ങനെയാണ്. ഓൾറെഡി ഒരു PG എൻ്റെ പൊളിറ്റിക്കൽ സയൻസിലാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഒരു PG കൂടി വേണമെന്നും അത് കൂടുതലായിട്ട് പഠിക്കണമെന്നും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു പ്രോഗ്രാമാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ സോഷ്യൽ സയൻസിലൊന്നും അധികം ആളുകളൊന്നും, ഇപ്പോൾ ഈ പുറത്ത് ഒരുപാട് ഏജൻസികളൊക്കെ ഉണ്ട്. പക്ഷേ അവരെല്ലാവരും വേറെ എന്തെങ്കിലും കോഴ്സൊക്കെയാണ് പറഞ്ഞു തരിക. അപ്പോൾ ഈ സോഷ്യൽ സയൻസിൽ നമ്മൾ തന്നെ എല്ലാം നോക്കി എടുക്കണം, നമ്മൾ തന്നെ എല്ലാം റിസർച്ച് ചെയ്ത് പഠിക്കണം. അപ്പോൾ എനിക്ക് അതൊരു തെറ്റായ തീരുമാനമായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ചലഞ്ചിങ് ആയിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഈ കോഴ്സ് പാസ്സാവാൻ വേണ്ടി. എനിക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ലെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നാട്ടിൽ എനിക്ക് അക്കാഡമിക്കലി യാതൊന്നും ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഡിഗ്രി എനിക്ക് ശരിക്കും നല്ല ചാലഞ്ചിങ് തന്നെ ആയിരുന്നു. പക്ഷേ ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ്. അത് ചെയ്തത് നന്നായി എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട്.
ആ സമയത്ത് ഞാനിവിടെ വന്നപ്പോൾ പാർട്ട് ടൈം ജോബ് എല്ലാവരും ചെയ്യുന്നതല്ലേ, അപ്പോൾ ഞാനൊരു സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് കയറിയത്. ഞാൻ നേരത്തെയും ടീച്ചിങ് എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ നേരത്തെ കോളേജിലാണ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കിൻഡർ ഗാർഡനിലാണ് ടീച്ചിങ് അസിസ്റ്റൻ്റായിട്ടാണ് കയറിയത്. ഓക്കെ, ഇനി ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത് പറയാം. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ വന്നു. ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഞാൻ ബേസിൽ വാങ്ങാൻ മറന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഈ ചെറിയ തൈകളുണ്ട്. ഇതിൽ നിന്ന് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ നിന്ന് നോ, ദേ ആർ സോ ടൈനി. അപ്പോൾ ഇതിൽ ഞാൻ എടുക്കില്ല. ഓക്കെ, ഇനി ബാക്ക് ടു ദ സ്റ്റോറി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കിൻഡർ ഗാർഡനിൽ അത്രയും ചെറിയ കുട്ടികളുടെ അടുത്ത് ഞാൻ അതുവരെ അത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഭയങ്കര നല്ല, ഒരുപാട് പഠിക്കാനും നമ്മൾ ക്ഷമ പഠിക്കാനും ലൈഫ് സ്കില്ലിനും എല്ലാം പറ്റിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ടീച്ചിങ് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ എനിക്കിപ്പോഴും ടീച്ചിങ് ഇഷ്ടമാണ്, ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നതും ഇഷ്ടമാണ്. ഒരേ ഒരു പ്രശ്നം, അതെനിക്ക് തോന്നുന്നു ലോകത്ത് എല്ലായിടത്തും ഭയങ്കര അണ്ടർ പെയ്ഡാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ജോബാണ്. പക്ഷേ അതിൻ്റെ ശരിക്കും അവർക്ക് ടീച്ചേഴ്സിന്, പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് വേണ്ട ഒരു റെക്കഗ്നിഷൻ അല്ലാന്നുണ്ടെങ്കിൽ അവരത്രയും പേ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് സീമെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലാണ്. ഇവിടെ ജോലി കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ചെക്ക് ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഈ പഠിക്കുന്നതോട് കൂടിയിട്ട് എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കലായിരുന്നു അതിലും വലിയ ടഫ്. നമ്മൾക്ക് ഇൻ്റർവ്യൂ കോള് വരാൻ തന്നെ നമ്മൾക്ക് ഇംഗ്ലീഷ് മാത്രം അറിയുമ്പോൾ അതൊരുപാട് നമ്മളെ ജോലി സാധ്യതകൾ ഇല്ലാതാക്കും, ഇവിടുത്തെ ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടണമെങ്കിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജോബ് മാർക്കറ്റ് എല്ലായിടത്തും അങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ അതാണ് പഠനവും ജോലിയും ഒക്കെ. ഇനി വേറൊരു ചോദ്യം എന്നോട് എപ്പോഴും ചോദിക്കുന്നത്, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടോ, ഒറ്റക്കാണോ താമസിക്കുന്നതെന്ന്. ഞാൻ മാരീഡാണ്, കല്യാണം വളരെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമാണ് ഞാൻ എൻ്റെ ഫുൾ പഠിത്തം ഒക്കെ കഴിഞ്ഞത്. നേരത്തെ കല്യാണം കഴിഞ്ഞ ഒരാളെന്ന നിലക്കും പഠനം മുഴുവനായിട്ടും പിന്നെയും പഠിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരാളെന്ന നിലക്കും ഞാൻ പറയുകയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് പഠനത്തിനും കരിയറിനും തന്നെ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി. പിന്നെയും പഠിക്കാമെന്നൊക്കെ എല്ലാവരും പറയും, പക്ഷെ അത് എല്ലാവരുടെ കാര്യത്തിലും നടക്കണം എന്നില്ല. ആൻഡ് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഹസ്ബൻഡ് നാട്ടിലാണ്. ഞാനിവിടെ സെറ്റിൽ ആവണമെന്നോ ഞാൻ ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകണില്ല എന്നുള്ളൊരു തീരുമാനത്തിലോ ഒന്നല്ല കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വന്നു, പഠിച്ചു. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കാം. ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെ നിൽക്കണമെന്നോ ഇവിടെ എനിക്ക് PR കിട്ടണമെന്നോ അങ്ങനെയുള്ള യാതൊരുവിധ ആഗ്രഹത്തിലും അല്ല ഞാനിപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് എവിടെയാണ് തുടർന്ന് നിൽക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ കുറച്ച് സമയം നിൽക്കുന്നു, അത്ര എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി ഇത് മടുക്കുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകാം, അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോഴും നാട്ടിലാണുള്ളത്. എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണമെന്നോ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്നോ ഒന്നും യാതൊരുവിധ ആഗ്രഹവും ഇല്ലാത്ത ആളായിരുന്നു. അതിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ അത്രയും എനിക്ക് കംഫർട്ടായിട്ട് ഇരിക്കാമെന്നും അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക്. അങ്ങനെയുള്ള ഞാനാണ് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മളുടെ മൈൻഡ് സെറ്റിനെ മാറ്റും. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര കെയറിങ് ആണ്, എല്ലാം ചെയ്തു തരുന്ന ഇഷ്ടമാണ്. ചില ആളുകൾ അങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്യില്ല, അതുപോലുള്ള ഒരാളാണ്. അപ്പോൾ അത്രയും അങ്ങനെയുള്ള അതൊന്നൊക്കെ വിട്ടിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കിതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ഇടയ്ക്ക് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ അത് മാറ്റിയിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് തന്നെ എൻ്റെ മെൻറ്റാലിറ്റിയിലും എൻ്റെ കാഴ്ചപ്പാടുകളിലൊക്കെ വന്ന മാറ്റങ്ങൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. ഒരു മനുഷ്യനിങ്ങനെ മാറുമെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് എൻ്റെ തന്നെ കാര്യം ആലോചിക്കുമ്പോൾ. ഞാൻ കല്യാണമൊക്കെ കഴിയുന്നതിൻ്റെ മുന്നേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് കുറേ പഠിക്കണം, എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ലോകത്തിൻ്റെ എവിടെ പോയിട്ട് പഠിക്കാമെന്ന്, എവിടെ പരീക്ഷ ഉണ്ടെങ്കിലും തന്നെ ഞാൻ കൊണ്ടുപോയി എഴുതിക്കാമെന്നോ എൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. സോ അതാണ് എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാക്ക് സ്റ്റോറി. ഇനി ഇതിലും കൂടുതലായിട്ട് വേറെ ആരും ഒന്നും ചോദിക്കരുതേ, എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. എൻ്റെ ഉമ്മ
ഒരു മരിച്ച വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഏതോ ഒരു സ്ത്രീ, ഉമ്മാക്ക് പോലും മനസ്സിലായിട്ടില്ല ആരാന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ഓക്കെ, ഇത് ഉമ്മാക്ക് പോലും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, മോള് ഇപ്പോഴും ഭർത്താവിൻ്റെ കൂടെയാണോ, അവർ ഒപ്പമാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. ഇത് കേട്ടിട്ട് ആദ്യം എനിക്ക് കുറേ ചിരിക്കാനാണ് തോന്നിയത്. അപ്പോൾ നമ്മൾക്ക് പോലും അറിയാത്ത സ്ട്രേഞ്ചേഴ്സിന് എത്ര ഇൻട്രസ്റ്റ് ആണ് നമ്മളുടെ ലൈഫിൽ എന്നാലോചിക്കുമ്പോൾ. അപ്പം ഞാനിങ്ങനെ വന്ന് പഠിക്കുന്നത് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കും ചോദിച്ചത്. പക്ഷേ ഇത്രയും സ്ട്രേഞ്ചേഴ്സിന് പോലും എന്താണ് ഇത്രയും ഇൻട്രസ്റ്റ് ബാക്കിയുള്ള ആളുകളുടെ ജീവിതത്തിൽ എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ കുറേ അത് ആലോചിച്ചു. പക്ഷേ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എത്ര തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഇമോഷണലി, ഫൈനാൻഷ്യലി എല്ലാ വിധത്തിലും നമുക്ക് സപ്പോർട്ട് വേണ്ടി വരും. അതെനിക്ക് ഒരിക്കലും എൻ്റെ ഹസ്ബൻഡില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും ഇഷ്ടമില്ല. സോ എൻ്റെ സ്ട്രോങ്ങസ്റ്റ് പില്ലർ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഭയങ്കരമായിട്ട് എനിക്കുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതെനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കഥകൾ. ഞാൻ എൻ്റെ പിസ്സ ഓവനിൽ വെക്കട്ടെ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓവനിൽ എടുക്കട്ടെ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, എങ്ങനെ ഉണ്ടാവുമോ. ചീസൊക്കെ മെൽറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഞാനൊരു 5 മിനിറ്റിന് നേരം കൂടി ഓവനിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്നുകൂടി ഒന്ന് ബേൺ ആവണ്ടേ, ഒന്നുകൂടി ഒന്ന് ഒരു ക്രസ്റ്റി ഒക്കെ വരട്ടെ എന്ന് വിചാരിച്ചു. ഇനി എല്ലാം കൂടി കരിഞ്ഞു പോകുമെന്നറിയില്ല, പക്ഷേ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതാവുന്ന നേരം കൊണ്ട് നമ്മൾക്ക് ഡ്യുവോലിംഗോയിൽ ഇന്നത്തത് ചെയ്യാം. ഡ്യുവോലിംഗോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. ഞാൻ ഫ്രഞ്ച് പഠിക്കുന്നുണ്ട് ഡ്യുവോലിംഗോ വഴി. സോ അതിന്ന് ഇത് ഞാൻ വെറുതെ ഫണ്ണിന് വേണ്ടിയിട്ട് പഠിക്കുന്നതാണ് ഫ്രഞ്ച്. ശരിക്കും എനിക്ക് ഉപകാരപ്പെടുന്നത് ചെക്ക് ഭാഷ പഠിച്ചാലാണ്. പക്ഷേ ഞാൻ കുറച്ച് മുന്നേ ഫ്രാൻസിൽ പോയിരുന്നു. അപ്പോൾ എനിക്ക് അവിടുത്തെ ഭാഷയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാനിത് പഠിക്കാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ഞാൻ ചെക്കാണ് പഠിക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പ്രയോഗിക്കുക, എനിക്ക് ഉപകാരപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ എടുക്കട്ടെ. ഇനി പഠിച്ചനെ മിനി ചെക്ക്. ഈ ആഴ്ച ഞാൻ ഇറച്ചിയൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ടോഫുമാണ് ഉണ്ടാക്കിയത്. എങ്ങനെയായാലും ഇതിൻ്റെയൊക്കെ കൂടെ മീറ്റ് തന്നെയായിരിക്കും ഏറ്റവും ടേസ്റ്റ്. പക്ഷേ എനിക്ക് മീറ്റ് കഴിക്കാൻ തോന്നില്ല. അങ്ങനെയാണ് ഞാനൊരു വെജിറ്റേറിയൻ പിസ്സ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ അത് ചെറുതാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ പിസ്സ കഴിക്കുന്നത് പോലെ തോന്നില്ലല്ലോ. ആ ഒരു ഐഡിയയിലാണ് ഞാൻ മിനി പിസ്സ ഉണ്ടാക്കിയത്. ഇത് ലോകത്തെവിടെ ഇല്ലാത്ത ടോപ്പിങ്സ് ഒക്കെയാണ്. പക്ഷേ ആ ഒരു ചെറിയൊരു ആഗ്രഹം കൊണ്ട് ഞാൻ പോയ കടയിലെ റെഡിമെയ്ഡ് പിസ്സ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള എല്ലാം സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ് ഞാനിത് ഈ ഒരു ഉദ്യമത്തിന് മുന്നിട്ടത്. പക്ഷേ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഉറപ്പാണ് ഇതിൽ വല്ല ചിക്കനോ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ സോസേജോ അങ്ങനെ എന്തെങ്കിലും ഒരു ടോപ്പിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരിക്കും. ഇനി വീണ്ടും ഉണ്ടാക്കി നോക്കാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോന് വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ മേലെ ഇങ്ങനെ പിസ്സ സോസൊക്കെ ഉണ്ടാക്കിയിട്ട്, അവന് പിന്നെ എന്തായാലും അന്ന് അവൻ വളരെ ചെറിയ കുട്ടിയാണ്, ഒരു 5 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. പിസ്സ എന്ന് പറഞ്ഞു കൊടുത്താൽ എങ്ങനെയായാലും അവൻ കഴിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റു. നല്ല മഴയുള്ള ദിവസമായിരുന്നു. കഴിഞ്ഞ ദിവസം നല്ല ചൂടായിരുന്നു. ഇവിടെ 40 ഡിഗ്രി വരെ പോയിരുന്നു. ഇവിടെ അത്രയും ചൂട് ഉണ്ടാവാറില്ല. അപ്പോൾ അടുത്ത ദിവസം ആയപ്പോഴേക്ക് നല്ല മഴ പെയ്തു. നാട്ടിലൊക്കെ പെയ്യുന്ന അതേപോലെ മഴ. അപ്പോൾ ഇങ്ങനെയൊരു മഴ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാലാവസ്ഥയല്ലേ, നമുക്ക് ചുരുണ്ട് കൂടി ഉറങ്ങാനൊക്കെ തോന്നുന്ന. പക്ഷേ ജോലിക്ക് പോകണ്ട. എനിക്ക് വർക്ക് ഫ്രം ഹോമാണ് ഇഷ്ടം. എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് ഓഫീസിൽ പോകുന്നതിലും പ്രൊഡക്റ്റീവ് ആവുന്നത് ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ കുറച്ച് എഴുന്നേക്കാൻ നേരം വൈകി. പിന്നെ പുറത്തൊന്നും ഇറങ്ങിയൊന്നുമില്ല രാവിലെ തന്നെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മീറ്റിംഗ് ഉണ്ടായത് കാരണം ഞാൻ വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. ഒരു 2 എഗ്ഗ്, ബോയിൽഡ് എഗ്ഗും പിന്നെ കോഫിയാണ് ഞാൻ കഴിക്കുന്നത്. ശരിക്കും ബോയിൽഡ് എഗ്ഗ് വളരെ നല്ലൊരു കാര്യമല്ലേ. അത് നമ്മൾക്ക് നല്ല ഫില്ലിംഗ് ആക്കും, പിന്നെ നല്ല പ്രോട്ടീനാണ്, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യും. ഞാനൊരു വചനപ്പെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് കണ്ടിട്ട് അതുപോലെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഖുർആൻ വേഴ്സസൊക്കെയുള്ള കുറേ എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അതിൽ നിന്ന് രാവിലെ എടുക്കുന്നത്
നല്ല സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അതായത് വെറുതെ അതെടുക്കുന്നത് എന്തോ ഒരു ഞാൻ സന്തോഷം. ചെയ്യുന്ന ജോലി ഞാൻ പഠിച്ചതുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല കേട്ടോ. ഇത് കൂടാതെ ഞാൻ വേറെ പല ജോലികളും ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പറയില്ലേ പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിച്ചതെന്ന്. അപ്പോൾ ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മഹാരാജാസ് കോളേജിൽ കുറച്ച് സമയം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലക്ഷദ്വീപിൽ ഒരു കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ പഠിച്ചതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ അങ്ങനെയാണ് എത്തപ്പെടുന്നത്. അപ്പോൾ ആരെങ്കിലും പഠിച്ചത് ഇന്നതാണ്, അതുകൊണ്ട് ഇന്ന ജോലിയിൽ തന്നെ എത്തണം എന്നുള്ളതൊന്നും യാതൊന്നും ഇവിടെ ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ പലരും ഈ പഠിച്ചത് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളൊരു തെറ്റായ ധാരണ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണ്, എനിക്ക് ഈ ഫീൽഡ് ഇഷ്ടമാണ്. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങുന്നത്. ഞാൻ എൻ്റെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാണ്. ഇന്നലെ ടോഫു മാറ്റി വെച്ചില്ലേ, പിസ്സൻ്റെ മേലിട്ട ടോഫു. അപ്പോൾ അതിന്ന് പനീറല്ല ടോഫു ബട്ടർ മസാലയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഉണ്ടാക്കിയ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ട്. ഇറ്റ്സ് സോ സിമ്പിൾ. പിന്നെ ഞാനത് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു ടോഫു ഓൾറെഡി. അപ്പോൾ കുറച്ച് ഇതെല്ലാം കൂടി മിക്സാക്കി വെക്കാനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസം. പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. ചിലർക്ക് ഇത് ഭയങ്കര സാഡല്ലേ എന്ന് തോന്നും. വേറെ ആരുമില്ല, വേറെ ഒരു മനുഷ്യനെയും കാണുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ഫ്രം ഹോമൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ദിവസം മുഴുവൻ തീരില്ലേ, ഇത് എത്ര സാഡാണ് എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് സാഡാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ട് കമ്മ്യൂണിറ്റി കുറേ ആളുകളൊക്കെ കണ്ടവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ശ്വാസം മുട്ടലായിട്ട് തോന്നും. പക്ഷേ എനിക്ക് അതും ഓക്കെയാണ്, ഇതും ഓക്കെയാണ്. ഇതിൽ തരുന്ന ആ ഒരു പീസ്ഫുൾനെസ്, എൻ്റെ കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള സമയത്ത് എനിക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാൻ കിട്ടുന്ന ആ ഒരു ഫ്രീഡം, ഇത് നമ്മൾക്ക് എല്ലാ സമയത്തും കിട്ടണമെന്നില്ലല്ലോ. എനിക്ക് ആ ഒരു ചോയ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ഫ്രീ ആക്കുന്നത് നമ്മൾക്ക് ആ ചോയ്സ്, നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് തിരഞ്ഞെടുക്കാൻ നമ്മൾക്ക് തന്നെ പറ്റുമ്പോൾ, വേറൊരാൾ നമ്മൾക്ക് വേണ്ടി ചൂസ് ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ലക്ഷറി അതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് നമ്മൾ പോസിബിൾ ആവുന്നത് എപ്പോഴാണെന്ന് അറിയാം, സ്വന്തമായിട്ട് ഏൺ ചെയ്യുമ്പോൾ, സ്വന്തമായിട്ട് ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവുമ്പോൾ, നമ്മൾക്ക് തന്നെ വില കൽപ്പിക്കുമ്പോൾ, നമ്മൾ തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ, കരിയർ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നും അതിന് ഭയങ്കര സീരിയസ്നെസ്സോട് കൂടിയിട്ട് കാണണമെന്നും എന്നാണ് എനിക്ക് പറയാൻ. സോ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.